എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പർപ്പിൾ ഹാർട്ടിനെ കുറിച്ചിട്ടാണ് പറയണത്. വളരെ എളുപ്പമുള്ളൊരു ചെടിയാണ്. ബിഗിനേഴ്സിന് സ്റ്റാർട്ട് ചെയ്യാം. ഒരുവിധം എല്ലാവരുടെ വീട്ടിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ചെടി കെയർ തന്നെ നമ്മൾ നോക്കണമെന്ന് ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. വലിയ രീതിയിലുള്ള കെയറിൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല. എങ്ങനെ കുത്തിയാലും ഉണ്ടാവുന്നൊരു ചെടിയാണത്. നമ്മളുടെ വീട്ടിൽ ഈ ഒരു ചെടി എല്ലാ ചട്ടികളിലും തന്നെയുണ്ട്. ഏതൊരു വെറൈറ്റി ചട്ടിയുടെ കൂടിയാണെങ്കിൽ ഈ ഒരു ചെടിയുണ്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നരുത്തോടെ പോയാൽ മതി, അത് ഒടിഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പം ഞാനതെടുത്ത് അത് കിട്ടിയൊരു കൊമ്പല്ലേ, അപ്പം ഞാനത് കളയണ്ടെന്ന് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ചട്ടിയിൽ കുത്തും. പിന്നെ നമ്മൾ വീണ്ടും പോകുമ്പോൾ അതിൻ്റെ ഒരു കൊമ്പ് കിട്ടും. വീണ്ടും ഓരോ ചട്ടിയിൽ കുത്തിയിട്ട് എല്ലാ ചട്ടികളിലും ഈ ഒരു ചെടിയുണ്ട്. അപ്പോൾ അത്ര എളുപ്പത്തിൽ വലുതാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഹാങ്ങിങ് പ്ലോട്ട്സിൽ ഇത് കാണുന്ന പോലെ വലുതാക്കാം. ഗ്രൗണ്ടിൽ നമുക്ക് നോർമൽ ഗ്രൗണ്ടിൽ നമുക്ക് വലുതാക്കാം. നല്ല എന്താ പറയുക, വെള്ളം വാർന്നു പോകുന്ന തരത്തിലുള്ള പോട്ടിംഗ് മിക്സ്ചർ ആണെങ്കിൽ നമുക്ക് ഗ്രൗണ്ടിലും നമുക്കിത് നടാം. അതല്ലെങ്കിൽ നമുക്ക് ചട്ടികളിലും വലുതാക്കാവുന്നതാണ്. എല്ലാ ദിവസവും നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് ഓവർ വാട്ടറിങ് ഒഴിവാക്കുക. ഞാനിപ്പോൾ ഇതൊരു ആഴ്ചയിൽ 2 ദിവസമാണ് നനയ്ക്കുന്നത്. അതുപോലെയൊക്കെ നനച്ചാൽ മതി. ഇനിയിപ്പോൾ അതൊരു ആഴ്ചയിൽ 1 ദിവസം നനച്ചാലും ചെടിക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഈസി കെയറിങ് ആണ്. ഇതിൽ മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രീൻ ഷെയ്ഡിലേക്ക് പ്ലാന്റ് മാറുന്നതാണ്. അത് അതിന് ആവശ്യത്തിനുള്ള ലൈറ്റ് കിട്ടാത്തതാണ്. നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. ഒരു 2 മണിക്ക് ശേഷമുള്ള അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമുള്ള ലൈറ്റ് കിട്ടുന്ന ഒരു സ്പോട്ടിലോ അതല്ലെങ്കിൽ മോർണിംഗ് ടു ഉച്ച വരെ കിട്ടുന്ന ലൈറ്റ് കിട്ടുന്ന സ്പോട്ടിലൊക്കെ ഡയറക്റ്റ് സൺലൈറ്റിൽ നമുക്ക് മുഴുവനായിട്ടുള്ള സണ്ണിൽ വെക്കാവുന്നതാണ്. അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ ബാൽക്കണിയിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഡയറക്റ്റ് സണ്ണ് റീച്ച് എത്തുന്ന ഒരു സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ ഒരു പച്ച കളറിലോട്ട് മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും ഗ്രോത്ത് നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ. പൂക്കളും ഈ ചെടിയിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ വെയിൽ പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ ഇലകളുടെ ആ ഒരു പർപ്പിൾ കളറാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷനല്ലോ. ആ പർപ്പിൾ കളർ കിട്ടാനും വെയിൽ ആവശ്യമാണ്. പിന്നെ നമ്മൾ പോട്ടിംഗ് മിക്സ്ചർ, സാധാരണ പോട്ടിംഗ് മിക്സ്ചർ ഇടുക. മണ്ണ്, മണൽ, ചാണകപ്പൊടി ഇട്ടാൽ മതിയാവും. 2 മാസം 3 മാസം കൂടുമ്പോൾ ഒരു പിടി ചാണകപ്പൊടി നമ്മൾ മണ്ണുമായിട്ട് ലയിപ്പിച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ലയിപ്പിച്ച് കൊടുക്കുന്നതായിരിക്കും. ഈ എന്താ പറയുക, ചെറുതായിട്ടൊന്ന് കട നീക്കിയിട്ടുള്ള ചട്ടിയോട് ചേർന്നിട്ടുള്ള ഭാഗത്തൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടികളിലേക്ക് കിട്ടും. അതിപ്പോൾ ഈ ചെടിയെന്നല്ല, എല്ലാ ചെടികൾക്കും നിങ്ങൾക്ക് അങ്ങനെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു പിടി വീതം ഇട്ട് കൊടുത്താൽ മതിയോ. ഒരു തരത്തിലുള്ള അസുഖങ്ങളും ഞാൻ ഈ ഒരു ചെടിയിൽ കണ്ടിട്ടില്ല. എന്താ പറയുക, വെള്ളീച്ച ഒരു ഫംഗലും പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. നന കൂട്ടാതിരിക്കുക കേട്ടോ. നന കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ചീയുന്ന ഒരു പ്രശ്നം ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എൻ്റെ കയ്യിലുള്ള എല്ലാ ചട്ടികളിലുള്ള ചെടികളും ഉഷാറാണ്. ഇതിനെ ബുഷിയായിട്ട് വലുതാക്കാനായിട്ട് ഒരുപാട് കൊമ്പുകൾ ഒരു ചട്ടിയിൽ നടുക. ഒരു കൊമ്പാണ് നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കിട്ടാൻ വഴിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൊമ്പ് നട്ടാലും ഈ ചെടി പിടിക്കും. അത്ര ഫാസ്റ്റായിട്ട് പിടിക്കുന്ന ഒരു ചെടി, വളരെ ഈസി കെയറിങ് ആയിട്ടുള്ളൊരു ചെടിയാണ്. ഇനി എന്താ ഈ ചെടീനെ കുറിച്ച്, ഇതിൽ പൂക്കളുണ്ടാവും. ഒരു ലൈറ്റ് റോസ് കളറാണ്. അതും കാണാൻ ഭംഗിയാണ്, പക്ഷെ വളരെ ചെറിയ പൂക്കളാണ്. ഇപ്പോൾ കണ്ടോ, ഞാൻ ആ ലക്കി ബാമ്പുവിൻ്റെ പോട്ടിലും ഈ ചെടി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് ചട്ടികൾ എടുത്തിട്ടില്ല, കാരണം എല്ലാ ചട്ടികളിലും ഈ ഒരു പ്ലാന്റ് എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അത്ര ഈസി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു ചെടി കിട്ടിയിട്ടില്ലെങ്കിൽ എവിടെന്നെങ്കിലും കിട്ടുമെങ്കിൽ മേടിച്ച് കുത്താന്നുള്ളതാണ്. കാശ് കൊടുത്ത് മേടിക്കേണ്ട ഒരു ചെടിയൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഇത് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. എവിടെന്നെങ്കിലും ഒരു കൊമ്പ് നിങ്ങൾക്ക് കിട്ടാൻ വഴിയുണ്ടെങ്കിൽ അങ്ങനെ വെച്ചാൽ മതിയാവും. കാരണം ഒരുപാട് പോഷണൊന്നും നമുക്ക് ഈ ചെടിയുടെ ആവശ്യമില്ല. ചെറിയൊരു കൊമ്പുണ്ടെങ്കിൽ നമുക്ക് ഈ ചെടിയെ പിടിച്ച് കിട്ടുന്നതാണ്.